പല്ലുകൾ കൊണ്ടുണ്ടാക്കുന്ന ബുള്ളറ്റുകൾ യാതൊരു തെളിവുമില്ലാതെ കൊല്ലാൻ സാധിക്കുമെന്നും, കാരണം പല്ലുകൾ ഇടിയുടെ ആഘാതത്തിൽ പൊട്ടിപ്പോവുകയും ഫോറൻസിക് വിദഗ്ധർക്ക് പോലും തെളിവുകൾ കണ്ടെത്താൻ കഴിയില്ല എന്നൊരു കഥ പ്രചരിക്കുന്നുണ്ട്. ഇത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി 3 തരത്തിലുള്ള പല്ലുകൾ കൊണ്ടുള്ള പ്രൊജക്ടൈലുകൾ ടീമുണ്ടാക്കി. ടോറി ഷോട്ട്ഗൺ ലോഡ് ഉപയോഗിച്ചു. ഷോട്ട്ഗൺ ഷെല്ലിൽ ധാരാളം പെല്ലറ്റുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ പല്ലുകൾ പൊട്ടിച്ച് ഷെല്ലുകളിലേക്ക് നിറയ്ക്കുകയാണ് ചെയ്തത്. കേലി ഹാൻഡ്ഗൺ റൗണ്ടുകൾ ഉണ്ടാക്കി. അവൾ ഏകദേശം ഒരേ വലിപ്പത്തിലുള്ള പല്ലുകളാണ് തിരഞ്ഞെടുത്തത്. കേലി ഒരേ വലിപ്പത്തിലുള്ള പല്ലുകൾ തിരഞ്ഞെടുത്തു. അവ കാട്രിഡ്ജ് കേസുകളിൽ തിരികെ ഉറപ്പിച്ചു. എന്നാൽ ക്രമരഹിതമായ ആകൃതി കാരണം അവ ശരിയായി പറന്നില്ല. റൗണ്ടുകൾ വ്യതിചലിക്കാൻ തുടങ്ങി. ഗ്രാൻഡ് റൈഫിൾ റൗണ്ടുകൾ എടുത്തു. കൂടുതൽ ശ്രദ്ധയോടെ ചെയ്തു. ഓരോ പല്ലും ഒരു ബുള്ളറ്റിനോട് സാമ്യമുള്ള രീതിയിൽ ശ്രദ്ധാപൂർവം രൂപപ്പെടുത്തി. താരതമ്യത്തിനായി പശുവിന്റെ എല്ലിൽ നിന്ന് ഒരേ അളവിൽ ഒരു ബോൺ പ്രൊജക്ടൈലും ഉണ്ടാക്കി. ഈ 3 രൂപകൽപ്പനകളും പൂർത്തിയായ ശേഷം അവർ ഷൂട്ടിംഗ് ടെസ്റ്റുകൾ നടത്തി. ആദ്യം കേലിയുടെ 0.38 ഹാൻഡ്ഗൺ റൗണ്ടായിരുന്നു. ടോറി അത് വിദൂരമായി വെടിവെച്ചു. പക്ഷേ ഉപരിതലം മിനുസമാർന്നതല്ലാത്തതിനാൽ പല്ലുകൊണ്ടുള്ള റൗണ്ട് വഴിതെറ്റി ഏകദേശം 21 അടി വരെ മാത്രമെത്തി. അടുത്തത് ഗ്രാൻഡിന്റെ റൈഫിൾ റൗണ്ടായിരുന്നു. ലക്ഷ്യത്തിൽ ഒരു തുളച്ചുകയറ്റം പോലും കാണിച്ചില്ല. കാരണം റൈഫിളിന്റെ വലിയ ശക്തി പല്ലിനെ പൊടിച്ച് ബാരലിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപേ തകർത്തു. പിന്നീട് അവർ പശുവിന്റെ എല്ലുകൊണ്ടുള്ള റൗണ്ട് പരീക്ഷിച്ചു. അതിപ്പോഴും വ്യതിചലിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ പല്ലുകൊണ്ടുള്ള റൗണ്ടിനെ അപേക്ഷിച്ച് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അവസാനമായി ടോറിയുടെ പല്ല് നിറച്ച ഷോട്ട്ഗൺ പരീക്ഷിച്ചു. അവശിഷ്ടങ്ങൾ ലക്ഷ്യത്തിൽ പതിച്ചു. സാധാരണ ഷോട്ടുകളുടെ അതേ രീതിയിൽ തന്നെ ചിതറി. യഥാർത്ഥ നാശനഷ്ടം വിലയിരുത്തുന്നതിന് പന്നിമാംസം ഉപയോഗിച്ച് 2ാമത്തെ ടെസ്റ്റിലേക്ക് നീങ്ങി. പന്നിയിറച്ചി മനുഷ്യ ശരീരകലകൾക്ക് സമാനമാണ്. പശുവിന്റെ എല്ലുകൊണ്ടുള്ള റൈഫിൾ റൗണ്ട് ആഴത്തിൽ തുളച്ചു കയറി തൊലിയിൽ വലിയ ദ്വാരമുണ്ടാക്കി. പുതിയ മാംസത്തിൽ പല്ലുകൊണ്ടുള്ള ഷോട്ട്ഗൺ അവശിഷ്ടങ്ങളിൽ നിന്ന് നിരവധി ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കി. പരിക്കിന്റെ സാമ്പിളുകൾ ഒരു ഫോറൻസിക് പാത്തോളജിസ്റ്റിന് അയച്ചു. പരീക്ഷണങ്ങളെക്കുറിച്ച് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. പാത്തോളജിസ്റ്റ് മുറിവുകളിൽ നിന്ന് അവശിഷ്ടങ്ങൾ വീണ്ടെടുത്ത് കൂട്ടിച്ചേർത്തു. പരിക്കുകൾ വെടിയേറ്റ മുറിവുകളാണെന്ന് നിഗമനം ചെയ്തു. ബുള്ളറ്റുകൾ ഉണ്ടാക്കാൻ പല്ലുകളോ എല്ലുകളോ ഉപയോഗിക്കുന്നത് തെളിവുകൾ നശിപ്പിക്കില്ല എന്നതായിരുന്നു ടീമിന്റെ നിഗമനം.